ഹായ് ഓൾ വെൽക്കം ടു ക്രാഫ്റ്റ് ഡെയിൽ. സോ ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സിന് നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ്സ് സെറ്റ് ചെയ്യുക, ഒരു പ്രീമിയം ലുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള രീതിക്ക് കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതെനിക്ക് വന്നിട്ടുള്ളൊരു ഓർഡർ അല്ല കേട്ടോ. ഇത് ഞങ്ങളുടെ തന്നെ റിലേറ്റീവിന് വേണ്ടി, അവളുടെ ബ്രദറിന് വേണ്ടിയിട്ട് അവളെല്ലാം സെറ്റ് ചെയ്തു, എല്ലാ ഐറ്റംസും കൊണ്ടുവന്നു. സോ ഞാൻ അങ്ങോട്ട് ഹെൽപ്പ് ചോദിച്ചപ്പം ഓക്കെ അവൾ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാനത് സെറ്റ് ചെയ്തെടുത്തുള്ള ഒരു വർക്കെന്ന് പറയാൻ പറ്റില്ല, ഓർഡർ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ജസ്റ്റ് സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിൽ ഞാൻ എന്താ പറയുക, നമ്മൾ എൻഗേജ്മെൻറ്റ് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യുമ്പം മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു കളർ തീം ചൂസ് ചെയ്യുക. അതിനനുസരിച്ച് ബാക്കി ഐറ്റംസ് നമ്മൾ വാങ്ങുമ്പം അത് കുറച്ചും കൂടി ഒരു ഭംഗി വരും. ബോക്സസ് എല്ലാം സെയിം കളേഴ്സ് വേണമെന്നില്ല, ഫ്ലവേഴ്സ് ആൻഡ് നെറ്റ് ഒരു നല്ല കളർ തീം ചൂസ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങുമ്പോൾ നമുക്ക് രണ്ട് കൈൻഡ് ഓഫ് രീതിക്ക് നമുക്ക് എൻഗേജ്മെൻറ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പ്രീമിയം ലെവൽ ഓഫ് ചോക്ലേറ്റ്സ് വെച്ച് അത് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും. ബോക്സസ് ആയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഈ ഹാമ്പർ സെറ്റിൽ അവൾ കൊണ്ടു തന്ന ചോക്ലേറ്റ്സ് എല്ലാം പ്രീമിയം ലെവൽ ഓഫ് ചോക്ലേറ്റ്സ് തന്നെയായിരുന്നു. സോ ഇതല്ലാണ്ട് നമുക്ക് നോർമൽ ചോക്ലേറ്റ്സ് വെച്ചും കസ്റ്റമറിൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചൊക്കെ എൻഗേജ്മെൻറ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്യുന്ന ആളെന്ന രീതിക്ക് ഞാനൊരു ഡിസ്ക്ലൈമർ പറയാം. നിങ്ങൾ ഈ ഹാമ്പേഴ്സൊക്കെ കൊടുക്കുമ്പം അപ്കമിങ് ബ്രൈഡ് അല്ലെങ്കിൽ നമ്മുടെ ബ്രൈഡിനൊരു ഗിഫ്റ്റ് എന്ന രീതിക്ക് മാത്രം നിങ്ങളുടെ ബഡ്ജറ്റിൽ നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് വേറെ ആൾക്കാരൊക്കെ പ്രീമിയം കൊടുക്കുന്നു, അപ്പോൾ എനിക്ക് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ മോശമാണ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾ എന്താ പറയുക, നമ്മുടെ പറ്റുന്ന രീതിക്കാണല്ലോ നമ്മൾ ഗിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിക്ക് മാത്രം എപ്പോഴും ഗിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഞാൻ പറയാൻ കാരണം, എനിക്ക് ചില ക്രാഫ്റ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ കംപ്ലീറ്റ് വർക്ക് വരുമ്പോൾ അവർ നമ്മളടുത്ത് ബാർഗെയിൻ പറഞ്ഞിട്ട് മിഠായി കൊടുക്കൽ ചടങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുക അങ്ങനെയൊക്കെ ചോദിച്ച് കസ്റ്റമേഴ്സ് വരാറുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ലോങ് വീഡിയോയിൽ അതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഈ ഹാമ്പറിൽ അവൾ ഫുൾ പ്രീമിയം ലെവൽ ഓഫ് ചോക്ലേറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ട്രോളി ഹാമ്പർ സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ വലിയ പാക്കറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് ഇതിനകത്ത് ഫില്ല് ചെയ്ത്, അപ്പം അങ്ങനെയാണ് ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളത്. ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പുറമേ കാണുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് പ്രീമിയം ലെവൽ ഓഫ് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ട് അത് ഷോ ഓഫായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, പുറമേ കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് അങ്ങനെ വയ്ക്കുക. അപ്പോൾ വെച്ചുകൂടെ ആ ഒരു ഹാമ്പർ സീരീസ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലെവൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ അവൾ ഒരു ഹാൻഡ് ബാഗും കൂടെ വെക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടു. ഇതിലുള്ള അക്രിലിക് കട്ടൗട്ട്സ് എല്ലാം അവൾ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഒരു ജ്വല്ലറി സെറ്റിൻ്റെ ബോക്സിൽ ഫ്ലവേഴ്സ് റിബൺസും വെക്കണമായിരുന്നു. സോ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതായിരുന്നു. മാഷാഅല്ലാ, അൽഹംദുലില്ലാ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഒരു നമ്മൾ ചില എൻഗേജ്മെൻറ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫൈ പറ്റത്തില്ല, നമ്മളെ രീതിക്ക് ചെയ്യാനും പറ്റില്ല. കാരണം കസ്റ്റമേഴ്സിന് ഓരോ റിക്വയർമെൻറ്റ്സ് കാണുമല്ലോ. ഇത് അവൾ കൊണ്ടുവന്നപ്പോഴേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ ഇഷ്ടത്തിന് അങ്ങ് സെറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പിങ്ക് തീം ചൂസ് ചെയ്ത് പിങ്ക് ആൻഡ് റെഡിൽ കംപ്ലീറ്റ് സെറ്റ് ചെയ്തു. സോ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.